അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. ആദ്യമായി എൻ്റെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സമസ്ത കേരള ഇസ്ലാം വിദ്യാഭ്യാസ ബോർഡ് അർദ്ധവാർഷിക പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയ 7ാം ക്ലാസ്സിന്റെ താരീഖിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വായിക്കുന്നത്. ഒന്നാമതായി യോജിച്ചവ ചേർക്കാം. ആദ്യമായി ബ്രാക്കറ്റ് വായിക്കുന്നു. ഷാജഹാൻ, താജുദ്ദീൻ, താജ്മഹൽ, അലി തൊബരി, ഭരണകൂടം, ഇമാം സുഹ്റവർദി, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു. ഇതിൽ നിന്നാണ് എടുത്ത് പൂരിപ്പിക്കേണ്ടത്. ഒന്ന്, ചേരമാൻ പെരുമാൾ. ഏതാണ്? താജുദ്ദീൻ. താജുദ്ദീൻ എന്നായിരുന്നു പുതിയ പേര്. അപ്പൊ അതാണ് എന്തായത് മാച്ചായിട്ടുള്ളത്. 2, റിഹ്ലത്തുൽ മുലൂക്ക്. ആരാണ്? ഇമാം സുഹ്റവർദി. ഇമാം സുഹ്റവർദിയുടെ ഗ്രന്ഥമാണ് റിഹ്ലത്തുൽ മുലൂക്ക്. മൂന്നാമത്തത് ഫിർദൗസുൽ ഹിക്മ. ആരാണ് അതിന്റെ രചയിതാവ്? അലി തൊബരി. 4, ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് ഏത്? താജ്മഹൽ. 5, മുഗൾ ചക്രവർത്തി ആരാണ്? ഷാജഹാൻ. 6, ഗസ്നവിയ്യ. എന്താണത്? ഭരണകൂടാണ്. 7, അഷറത്തുൽ മുബശ്ശറയിൽപ്പെട്ടവരാരാ? അബ്ദുറഹ്മാൻ ഔഫ് റളിയല്ലാഹു അൻഹു. ഇങ്ങനെ 7 ചോദ്യങ്ങളാണ് ഈ മാച്ച് ദ ഫോളോവിങ്ങിൽ യോജിച്ചു ചേർക്കാം എന്നുള്ളത്. ഇനി രണ്ടാമത്തത് 2 വീതം എഴുതാം. 1, പ്രമുഖ അമവി ഭരണാധികാരികൾ. 2 എഴുതിയാൽ മതി. ഒന്നാമത്തെ മുആവിയത്ത് നബി സുഫിയാൻ റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. രണ്ടാമത്തെ ചോദ്യം, ഔറംഗസീബ് ആലംകീരിയുടെ വ്യക്തി ഗുണങ്ങൾ. 2. 1, സമയമായാൽ ഉടനെ നിസ്കരിക്കുക. 2, വുളൂ മുറിയാതെ സൂക്ഷിക്കുക. മൂന്നാമത്തത്, മുഗൾ ഭരണകൂടം രാജ്യത്തിനുണ്ടാക്കിയ നേട്ടങ്ങൾ. 1, സ്വന്തമായ നാണയം. മറ്റൊന്ന് തപാൽ വകുപ്പ്. ഇനി മൂന്നാമത്തെ വായിക്കാം, ഉത്തരം എഴുതാം. ചോദ്യം 1, അബ്ബാസികൾ ആരുടെ വംശപരമ്പരയാണ്? 4 ഘട്ടമാണ് ഇസ്ലാമിക ഭരണം നടന്നിട്ടുള്ളത്. 1, ഖിലാഫത്തു റാഷിദ. 2, അമവിയ. 3, അബ്ബാസിയ. 4, ഉസ്മാനിയ. അതില് അബ്ബാസികൾ ആരുടെ വംശപരമ്പരയാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുത്രവൻ അബ്ബാസ് ഇബ്നു അബ്ദുൽ മുത്തലിബിന്റെ പരമ്പരയിലുള്ളവരാണ് അബ്ബാസികൾ. രണ്ടാമത്തെ ചോദ്യം, സുബൈർ ഇബ്നുൽ അവ്വാമിന്റെ കുടുംബം ഏതാണ്? ബനു അസ്ദാം. 3, സയ്യിദ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹു വഫാത്തായ ഹിജ്റ വർഷം ഏതാണ്? ഹിജ്റ 51. നാലാമത്തെ ചോദ്യം, ഇസ്ലാമിൽ മൂന്നാമതായി പ്രവേശിച്ച വ്യക്തി ആരാണ്? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. അഞ്ചാമത്തത്, ഹുസൈൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ട യുദ്ധം ഏതാണ്? കർബല യുദ്ധം. ഏതാണ്? കർബല യുദ്ധം. നാലാമത്തെ നോക്കൂ, വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം, ആമുൽ ജമാഅയുടെ ഹിജ്റ വർഷം ഏതാണ്? ഹിജ്റ 40. 2, അബൂ ഉബൈദ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഏതാണ്? ഇബ്നു ഫിഹ്ർ. മൂന്നാമത്തത്, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ കൂഫയിലെ ഗവർണർ ആരായിരുന്നു? സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു. 4, സുബൈർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവ് ആരാണ്? നബി തങ്ങളുടെ അമ്മായി സഫിയ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഇനി അഞ്ചാമത്തെ പൂർത്തിയാക്കാം. 1, ഡമസ്കസ് ആയിരുന്നു അമവികളുടെ തലസ്ഥാനം. രണ്ടാമത്തത്, ഇസ്ലാമിക ഖിലാഫത്തിനെ പ്രധാനമായും 4 ഘട്ടമായി തിരിക്കാം. മൂന്നാമത്തത്, ലഹീറുദ്ദീൻ ബാബർ ഷാ ആണ് മുഗൾ ഭരണകൂടത്തിന്റെ സ്ഥാപകൻ. നാലാമത്തത്, ചാർമിനാർ സ്ഥാപിക്കപ്പെട്ട വർഷം എന്നാണ്? 1591. അഞ്ചാമത്തത്, ഖലീഫ എന്നാൽ അർത്ഥം എന്താണ്? പ്രതിനിധി എന്നാണ്. 6, അബൂ ഉബൈദ എന്ന ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ വയസ്സ് എത്ര? 58. അല്ലാഹു നമ്മുടെ മക്കൾക്ക് നല്ല ബുദ്ധിയും വിവേകവും പരീക്ഷയിലേക്ക് ഉന്നത മാർക്ക് നൽകാൻ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.